യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവോസ് എന്ന് പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് കടന്ന് പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വായന നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു. ഞാൻ എങ്ങനെയാണ്, എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത് എന്നുള്ളത്. ഒരു ബൈബിൾ വചനം വായിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ദൈവം എന്നെ വിളിച്ചത് വൈദിക വൃത്തിയിലേക്കാണ്. ആ വൈദിക വൃത്തിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം മറ്റൊരു വിളി എനിക്ക് നൽകി. അതാണ് എൻ്റെ കാഴ്ച പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത്. അതാണ് എൻ്റെ വിളിയായിട്ട്, രണ്ടാമത്തെ വിളിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് അത് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും ഞാൻ ഇന്ന് ആ ശുശ്രൂഷ വൈദികനായിക്കൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനായിട്ട്, പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് നന്മ ചെയ്യുവാനായിട്ട് കിട്ടിയിരിക്കുന്ന വിളി ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറുവാനും മറ്റുള്ളവർക്ക് ഒരു ശക്തി കേന്ദ്രമായി തീരുവാനും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞുകൊണ്ട് നേടുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ ജീവിത അനുഭവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI. എൻ്റെ പ്രൊവിൻസ് സെൻറ്റ് പോൾ പ്രൊവിൻസ് ഭോപ്പാൽ. മധ്യപ്രദേശിലുള്ള ഭോപ്പാൽ എന്ന കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന CMI സഭയുടെ അംഗമാണ് ഞാൻ. ഇപ്പോഴായിരിക്കുന്നത് അമല മെഡിക്കൽ കോളേജ്, തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരു സ്പിരിച്വൽ ആനിമേറ്ററായിട്ടാണ് പ്രവർത്തിക്കുക. സൈക്കോളജി പഠിച്ചതിൻ്റെ പേരിൽ അതിൻ്റേതായ കുറച്ച് കൗൺസിലിങ്ങൊക്കെ നടത്തി ഇവിടെ രോഗി ശുശ്രൂഷ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കുഴിക്കാട്ടുശ്ശേരി, അവിടെ അടുത്തുള്ള കൊമ്പടിഞ്ഞാമാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ അപ്പച്ചൻ പൗലോസ്, അമ്മച്ചി ലില്ലി, 2 ചേട്ടന്മാരുണ്ട്. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഭക്തിയിലെ, എൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ, അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഒരു വലിയൊരു കൂട്ടുകുടുംബം പോലെയായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കമ്പൽസറി ആയിരുന്നു കുടുംബ പ്രാർത്ഥന എന്നുള്ളത്. കുടുംബ പ്രാർത്ഥനയിൽ വളർന്നു വന്ന ഒരു കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് അവിടെ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടുപോകുന്ന ഒരു അനുഭവമായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ അപ്പച്ചൻ ഞങ്ങൾ നിർബന്ധപൂർവം കുർബാനയ്ക്ക് പോവാനും കുടുംബത്തിൽ സന്ധ്യാ നമസ്കാരം ചെല്ലുവാനും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ ഭക്ഷണം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപമാല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു
ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു എന്നുള്ളതാണ്. ജപമാലയില്ലാതെ ഞങ്ങളൊരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞുകൂടുക വളരെ അപൂർവമായിരുന്നു. നേരം വെളുത്ത് മറ്റ് പ്രഭാത കർമ്മങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ രൂപങ്ങളുടെ മുമ്പിലായിരുന്നു കൊണ്ട് ഒന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടേ മറ്റുള്ള പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ പോകാറുള്ളൂ. അത് അപ്പച്ചൻ തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ രൂപത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ സന്ധ്യാനമസ്കാരം ചെല്ലുമ്പോഴും ഇതുപോലെ ജപമാല ചൊല്ലിയതിന് ശേഷമേ മറ്റേത് പ്രാർത്ഥനയും ചെല്ലാറുള്ളൂ എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ നമ്മൾ മെയ് മാസ വണക്കം, അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ മരിയൻ മാതാവിനോടുള്ള ജപമാലയോടുള്ള മാസങ്ങളൊക്കെ ആ ഒരു കൊച്ചു സ്ഥലം, നമ്മൾ രൂപങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം, പരിശുദ്ധ മാതാവിൻ്റെ രൂപം വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം അലങ്കരിക്കുവാനായിട്ട് പുറത്തുള്ള ചെടികളും പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ അലങ്കരിച്ച് ഭംഗിയായിട്ട് വയ്ക്കണം. ഒരു മേശമുണ്ട്, ആ മേശമ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വമായിരുന്നു, കൊച്ചുകുട്ടികളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഞാനാണ് ഏറ്റവും ഇളയതായതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഇളയവനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതിക്കൊണ്ട് അതൊക്കെ അലങ്കരിക്കുക വയ്ക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ നല്ല മാതാവിൻ്റെ പാട്ടൊക്കെ പാടാനും എല്ലാവരും അതിന് മുൻതൂക്കം കൊടുത്തത് മറ്റുള്ള കുടുംബങ്ങളിലെ അമ്മമാരാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അപ്പച്ചനാണ് നല്ല മാതാവിൻ്റെ പാട്ടൊക്കെ പാടാറുള്ളത്. അങ്ങനെ ആ പാട്ട് പാടുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച്, ഞങ്ങൾക്ക് വാക്കുകളൊന്നും അവിടെ എഴുതിയ ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് അപ്പച്ചൻ്റെ ആ വാക്കുകൾ കേട്ട് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അങ്ങനെ അപ്പച്ചനാണ് ശരിക്കും കൊന്തയ്ക്കും അല്ലെങ്കിൽ ജപമാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ഒരു വ്യക്തി. ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ജപമാലയുടെ ഫലമായിട്ട് തന്നെ കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കാം എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു വൈദികനാകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ഒരു ദൈവവിളി ക്യാമ്പിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പക്ഷേ വീട്ടിൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും താഴെയുള്ള കുഞ്ഞായതുകൊണ്ട് തന്നെ പലപ്പോഴും പോകണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ കൂടെ ആയിരിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ +1 +2 അന്നത്തെ പ്രീ ഡിഗ്രി ഞാൻ അമ്പഴക്കാടുള്ള കോട്ടയ്ക്കൽ കൊവേന്തയിലാണ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സെമിനാരി ലൈഫ്, അവിടുത്തെ നോഷേറ്റ് ലൈഫ് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഓരോ പ്രവൃത്തികളും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹമാണ് ഉണ്ടായത്. അത് എന്നെ കൂടുതലായിട്ട് വളർത്തിയെന്ന് മാത്രമല്ല, എൻ്റെ ആഗ്രഹത്തെ വളർത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഭോപ്പാൽ സെൻറ്റ് പോൾ പ്രൊവിൻസിലേക്ക് ദൈവവിളി ക്യാമ്പ് സ്വീകരിച്ചുകൊണ്ട് അവിടെ ചെല്ലുവാനായിട്ട് ഇടയായിട്ടുള്ളത്. പക്ഷേ അതിലൊരു പരീക്ഷ ഫെയിലിയറായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഭയങ്കര ഒരു ആകുലതയുണ്ടായിരുന്നു. അത് പാസ്സായില്ലെങ്കിൽ എനിക്ക് സെമിനാരിൽ പോകാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. റിസൾട്ട് അറിയാനായിട്ട് പോകുക സമയത്ത് അമ്മയോട് പറഞ്ഞു, റിസൾട്ട് അറിഞ്ഞ് ഫെയിലിയർ ആകുകയാണെങ്കിൽ ഞാൻ ഇനി വരില്ല, എനിക്ക് അച്ഛനാവാൻ പോകണം എന്നൊരു വലിയൊരു ആഗ്രഹം തന്നെയാണ് അവിടെയും പ്രകടിപ്പിച്ചത്. അമ്മ ഇത് കേട്ടു. നീ എന്താ പറഞ്ഞതെന്നുള്ളത് 2ാം വട്ടം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. റിസൾട്ട് അറിയാൻ വേണ്ടി പോയിരുന്നു. റിസൾട്ട് അറിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. മകനെ ജയിപ്പിക്കണമെന്നും അവൻ്റെ ആഗ്രഹത്തിനായിട്ട് വൈദികനാകാൻ വിടണമെന്നുള്ളത്. അതെനിക്ക് അന്ന് മനസ്സിലായിട്ടുള്ളത് ആ ജപമാലയിൽ അവർ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രമാത്രം തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചായിരുന്നു. മകനെ അച്ഛനാവാനായിട്ട് വിടണമെന്നുള്ളതും അതുപോലെ പരീക്ഷയിൽ ജയിക്കണമെന്നുള്ളതും അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു വേളയായിരുന്നു ഞാൻ കാണാനായിട്ടിടയായത്. അതുപോലെ തന്നെ പലപ്പോഴും രോഗം എനിക്ക് വരാറുണ്ടായിരുന്നു.
അത്രയും ഇമ്മ്യൂണിറ്റി പവറൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പോലും അമ്മ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ അമ്മൂമ്മ അടുത്ത് വന്നിട്ട് കുരിശ് ചൊല്ലും, കുരിശ് വരച്ച് എൻ്റെ നെറുകയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറയായിരുന്നു. സുഹൃത ജപങ്ങൾ ഞാൻ പലപ്പോഴും ഇപ്പോഴും ഓർക്കുന്നത് നമ്മുടെ മെയ് മാസ വണക്കത്തിൽ ഉള്ള കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങൾ. അതൊന്ന് അമ്മമ്മയൊക്കെ പറഞ്ഞുതരും. ഈ സുഹൃത ജപം ഇന്ന് ചൊല്ലി കേട്ട സുഹൃത ജപം ആ ദിവസം തന്നെ ഒത്തിരി വട്ടം ചൊല്ലണം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിലാണെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കിടക്കുന്ന സമയത്തും എണീക്കുന്ന സമയത്തും ഓരോ കൊച്ചു കൊച്ചു സുഹൃത്ത് ജപങ്ങൾ ചൊല്ലി ഞങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അത് അമ്മൂമ്മ പഠിപ്പിച്ചു തന്ന ഒരു സമയമായിരുന്നു. അതുപോലെ ജപമാല കയ്യിൽ ഏന്തരെന്നുള്ള എവിടെന്നെങ്കിലും ഒരു കൊച്ചു ജപമാല കിട്ടി അത് കീശയിൽ വെക്കണം, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പറമ്പിലൊക്കെ വല്ലപ്പോഴും കൊച്ചു പണികൾക്കൊക്കെ പോകുമ്പോൾ ജപമാല വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ പരിസമ്മയുടെ ആ കൊച്ചു പ്രാർത്ഥന പരിസമറിയുമ്പോൾ തമ്പുരാൻ്റെ അമ്മ ഭാവികളായ ആ ഒരു പ്രാർത്ഥന ചൊല്ലി എപ്പോഴും നടക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. കാര്യം കുറുമ്പിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിലും ആ ഒരു എന്ന് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പരിസമ്മയോടുള്ള വണക്കം കൂടാനായിട്ട് ഇടയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ സെമിനാരിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മധ്യപ്രദേശ് നരസിംഹപൂരിലുള്ള സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആയിരുന്നാലും പല ഭാഷകളിൽ ജപമാല ചൊല്ലാനായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഭാഷകൾ ജപമാല ചൊല്ലാനായിട്ട് പഠിപ്പിച്ചു. അത് ഏറ്റവും ഹൃദ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കാരണം ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കളിയുടെ സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ കീഴിൽ തന്നെ കുഞ്ഞു ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളെ സംരക്ഷിച്ചു പോകുന്നു എന്ന് എനിക്ക് വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഉറച്ച ബോധ്യത്തോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. പലപ്പോഴും ഒരു അപ്പച്ചന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പച്ചന് വേറെ മറ്റൊരു അസുഖം ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ വലിയ സീരിയസ് ആകരുത് ICUവിൽ കിടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുണ്ട്. വണ്ടി മറിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന സമയം കേട്ട സമയത്ത് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് അമ്മ പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ അമ്മൂമ്മ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ രൂപത്തിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലെ സെമിനാരി പോകുന്നത് വരെ അല്ലെങ്കിൽ സെമിനാരി പോയതിന് ശേഷവും ഞങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഈ ജപമാലയിൽ കൂടുതൽ നിലനിർത്തുവാനായിട്ട് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയോട് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു സാഹചര്യമായിരിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ടുള്ളൊരു വണക്കം കൂടുതലുണ്ടായിരുന്നു. എൻ്റെ സെമിനാരി ജീവിത കാലഘട്ടം വളരെ സന്തോഷകരമായിട്ട് പരിസമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് വളരെ ഭംഗിയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡീക്കനാകുന്ന സമയത്ത് എൻ്റെ ഒരു കൊച്ചു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു സംശയത്തിൻ്റെ പേരിൽ സഭാ വ്യക്തികളുടെ അല്ലെങ്കിൽ സഭാധികാരികളുടെ ഒരു സംശയത്തിൻ്റെ പേരിൽ സഭയിൽ നിന്ന് എന്നെ വിടാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഇവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് അന്ന് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. തമ്പുരാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ കാലേ കീഴെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മേ, ഞാൻ എന്നും ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്, അങ്ങയുടെ പുത്രൻ്റെ ജീവിതം കൈകളിലേന്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷിയായിട്ട് ജീവിക്കുക എന്നുള്ളത്. പക്ഷെ അതിനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സംശയം മാത്രമായിരുന്നു, ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ഒരു സെമിനാരിൽ നിന്ന് വിടാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ കൂടുതൽ തീവ്രമായ ആഗ്രഹത്തോടുകൂടി തന്നെയായിരുന്നു, ആ സന്തോഷത്തോടുകൂടി തന്നെയായിരുന്നു പിന്നെ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായത്. 2006 ജനുവരി 2-ാം തീയതി എൻ്റെ മറക്കാൻ പറ്റാത്ത ഒരു അവസരം, അതായത് എൻ്റെ വൈദിക പട്ട സ്വീകരിക്കുന്ന ഒരു വേള. കുഴിക്കാട്ടുശ്ശേരി ഇടവക ദേവാലയത്തിൽ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ ബിഷപ്പ് ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. വളരെ സന്തോഷത്തോടെയായിരുന്നു, ഒത്തിരിയേറെ സ്വപ്നങ്ങളോടുകൂടിയായിരുന്നു ഞാൻ മധ്യപ്രദേശിലുള്ള സിയർമൗ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക്
ചെല്ലുന്നത്, അതും സോഷ്യൽ വർക്ക് സെൻ്റർ ആയിരുന്നു എന്നുള്ളതാണ്, ആദിവാസി സെൻ്റർ ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ ചെന്ന് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സോഷ്യൽ വർക്കൊന്നും ആയിരുന്നില്ല എൻ്റെ സ്വപ്നങ്ങളൊക്കെ, മറിച്ച് ആ സ്ഥലത്ത് ചെന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സോഷ്യൽ ഫീൽഡിനോട് താല്പര്യം ഉണ്ടാകാനായിട്ട് സാധിച്ചു. അവിടുന്ന് ഒരു 2 വർഷക്കാലം അവിടെ താമസിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷൻ, ടഡ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ മൊത്തം ഒരു 4.5 വർഷക്കാലം ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ പ്രവർത്തന മേഖലയുടെ സമയങ്ങളിലൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു പഠനം കൂടി നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഞാൻ പഠിച്ച മേഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 PG എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് PG ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്, ഹിന്ദി, സോഷ്യോളജി. ഈ 4.5 വർഷത്തിന് ശേഷം പിന്നെ പഠിക്കുവാനായിട്ട് പോയിട്ടുള്ളത് സൈക്കോളജി എന്ന സബ്ജക്റ്റിലാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ, ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കാനായിട്ട് പോയത്. അങ്ങനെ പഠന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. എങ്കിലും പ്രത്യേകമായിട്ട് വലിയൊരു പ്രാർത്ഥന എന്നും ഉണ്ടായിരുന്നു. ജപമാല ചെറുപ്പം മുതലേ കിട്ടിയ ആ ഒരു ശീലം മറക്കാൻ പറ്റാത്തൊരു ശീലമായിരുന്നു. ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയായിരിക്കാം എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓവർകം ചെയ്യാനായിട്ട് ഏതൊരു ബുദ്ധിമുട്ട് ഘട്ടങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചത് പരിസമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥമായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും മധ്യപ്രദേശിലേക്ക് തിരിച്ചു വന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 2ാമത്തെ വർഷം ഞാൻ അവിടുത്തെ സുപ്പീരിയർ ആവുകയും മാനേജറാവുകയും ചെയ്ത സമയത്ത് ആരും എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റ് ഒന്ന് നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് നടത്താൻ LVI പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലുള്ള ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എല്ലാ ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികനോട് പറയുകയാണ്, അച്ഛൻ 75% ബ്ലൈൻഡാണ്, അച്ഛനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം എന്ന് പറയുകയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഇവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് സർട്ടിഫിക്കറ്റാണെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, യു ആർ 75% ബ്ലൈൻഡ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ് തരാൻ പോകണമെന്നുള്ളത് പറഞ്ഞു. കേൾക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിലായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെയല്ല ഞാൻ നോക്കിയത്, അവിടെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഞാൻ നോക്കിയത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അച്ഛൻ എന്നെ വളരെ ശാന്തമായിട്ട് എന്നോട് പെരുമാറി, അച്ഛൻ സാരമില്ല, നമുക്ക് ദൈവം തന്നതല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം, രക്ഷപ്പെടും, നമുക്ക് കാഴ്ച കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് പിന്നീട് ഉപകാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് ആ ഒരു അവസ്ഥയെ, ആ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഒപ്പിടിക്കാനായിട്ട് അച്ഛൻ എന്നെ നിർബന്ധിച്ചു, വളരെ സ്നേഹത്തോടെ നിർബന്ധിച്ചു. അങ്ങനെ അതിൽ ഞാൻ ഒപ്പിട്ടു. ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നു. ആ കേട്ട സമയം മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നിരാശ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞത്, ഒരു ബ്ലൈൻഡായി തീർന്നാലും തന്നെ നമുക്കൊരു റിക്കവറിക്ക് ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത്. അതായത് അത് രക്ഷപ്പെടാം എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് കേട്ട ഒരു വചനം ഇതായിരുന്നു, ഇനി ഇതിന് റീഗെയിൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. എൻ്റെ അസുഖം എന്ന് പറയുന്നത് RP എന്നുള്ള ഒരു അസുഖമാണ്, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലുള്ള സെൽസുകളെല്ലാം നഷ്ടപ്പെട്ട് ഇനി അതിനൊരു റീഗെയിൻ കപ്പാസിറ്റി ഇല്ല, ഇനി പയ്യെ അത് ഡിറ്റീരിയറേറ്റ് ചെയ്ത് 100% ബ്ലൈൻഡായി തീരാനായിട്ട് സാധ്യത ഉണ്ടെന്ന് കൂടി കേട്ടപ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാവാനായിട്ട് സാധ്യതയായത്. നിരാശയിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ഏകാന്തമായിട്ട് മുറിയുടെ ഉള്ളിൽ തന്നെ കുർബാനയും പ്രാർത്ഥനയും മാത്രമായിട്ട് കഴിഞ്ഞുകൂടി. കൊന്തകൾ ചൊല്ലും, പക്ഷേ എന്നും കരച്ചിൽ മാത്രമായിരുന്നു, നിരാശ മാത്രമായിരുന്നു. ദൈവം ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു, നാട്ടിലേക്ക് മടങ്ങി എന്തെങ്കിലും ഒരു ശുശ്രൂഷ ജീവിതം, കേട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ജീവിതം ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. കണ്ടുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അന്നത്തെ പ്രൊഫഷണൽമാർ എന്നോട് പറഞ്ഞു, അമല ഹോസ്പിറ്റലിലേക്ക് സൈക്കോളജി ഒക്കെ പഠിച്ചതുകൊണ്ട് സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന സ്പിരിച്വൽ ആനിമേറ്ററായിട്ട് അമല മെഡിക്കൽ കോളേജിൽ ഈ ഹോസ്പിറ്റലിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ കൊന്തയൊക്കെ പിടിക്കും. അതുപോലെ തന്നെ ഞാനൊരു 3 ജപമാലയെങ്കിലും ചൊല്ലി, ഒരു വലിയൊരു കൊന്ത എൻ്റെ കയ്യിലുണ്ട്. ആ കൊന്ത 3 ജപമാലയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സ് തന്നെ അത്ര സജ്ജമായിട്ടില്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട്. കാരണം ഞാൻ തന്നെ അത്രമാത്രം നിരാശയിലാണ്. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ വേദനയിൽ ഞാൻ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ചിന്തയായിരുന്നു.
പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ജനങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ അത് എന്നെ കൂടുതലായിട്ട് ആകർഷിപ്പിച്ചു. അവരുടെ വേദനയാണ് എൻ്റെ വേദനയേക്കാൾ കൂടുതലെന്ന്, ശാരീരിക വേദനയും മാനസിക വേദനയും അനുഭവിക്കുന്നവരാണ് പലപ്പോഴും പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തികൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് പോയി. അത് എനിക്കും ഒരു വലിയൊരു പ്രചോദനമായി. എൻ്റെ ജീവിതാനുഭവം തന്നെ അവരിലേക്ക് പങ്കുവയ്ക്കാനായിട്ടിടയായി. ഇന്ന് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ടെസ്റ്റും കൂടി നടത്തിയായിരുന്നു, എൻ്റെ കാഴ്ചയുടെ ടെസ്റ്റ്. അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് പുതുക്കി തന്നു. 75% അല്ല, മറിച്ച് യു ആർ 100% ബ്ലൈൻഡ് എന്നുള്ള രീതിയിൽ. ഒരു 90% ബ്ലൈൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒരു 10%, ഒരു നിഴൽ മാത്രമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തതയില്ല എവിടേക്കാണ് ഞാൻ നോക്കുന്നതെന്നും ഉള്ളതൊക്കെ. പക്ഷേ ഇന്നും ഞാൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. കുർബാനയും വളരെ ആക്റ്റീവായിട്ട് ഞാൻ ചൊല്ലുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നതെല്ലാം ബൈഹാർട്ട്. ഒരിക്കലും ഒരു പുസ്തകം പോലും മുന്നിലില്ലാതെ തന്നെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പലരും കണ്ട് അനുഭവത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വളരെ അനുഭവമായിരുന്നു ഈ കുർബാന എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ബൈബിൾ എല്ലാ ദിവസവും മാറി മാറി വായിക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ സന്തത സഹചാരിയായിട്ടുള്ളത് ഒരു ടാബാണ്. ടാബിൽ മാക്സിമം സൂം ചെയ്യും. ഈ സൂം ചെയ്തിട്ടാണ് ഞാൻ മാക്സിമം ഇങ്ങനെ അടുത്ത് പിടിച്ച് നോക്കിയിട്ടാണ് ഇതൊന്ന് വായിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അതും ഒത്തിരി സമയമെടുക്കും അങ്ങനെ അടുത്ത് പിടിച്ച് വായിക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ മൊബൈലിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നുള്ള ഒരു സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സ്പീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് കേൾക്കാനായിട്ട് സാധിക്കും. അത് ഇയർഫോണിലൂടെ കേട്ട് കുറച്ചത് കേൾക്കും. അത് കഴിഞ്ഞിട്ട് മറക്കാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കാനായിട്ട്, ആ വാക്കുകൾ പതിപ്പിക്കാനായിട്ട് ഒന്നൊന്ന് വായിച്ച് നോക്കും. അത് ഒരു കണ്ണിന് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒരു വെട്ടമുള്ളത്. അത് സൂം ചെയ്ത് കഴിയുമ്പോഴാണ് ഏറ്റവും അടുത്ത് പിടിപ്പിച്ച് ഞാൻ വായിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഒരുങ്ങണം വിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ. കാരണം ബൈബിൾ വായിച്ചൊരുങ്ങണം, അതിൽ പുതിയ പ്രാർത്ഥനകൾ വായിച്ചൊരുങ്ങണം. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു അരമണിക്കൂർ എന്നുള്ള ഒരു കുർബാനയ്ക്ക് വേണ്ടി 1 മണിക്കൂർ പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നതും വായിക്കുന്നതൊക്കെ. ഞാൻ കുർബാനയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കും, പ്രാർത്ഥിക്കും. അമ്മേ, തെറ്റുകൂടാതെ കുർബാന അർപ്പിക്കുവാനായിട്ട് എന്നെ സഹായിക്കണേ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാലാണല്ലോ എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവെ, നീ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് എവിടെയായിരുന്നാലും കയറുകയുള്ളൂ. ആ വിശുദ്ധ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ഞാനെല്ലാം അവിടെ മേശയെല്ലാം ചെന്ന് അതിൻ്റെ എല്ലാം പൊസിഷനെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം, അതുപോലെ സ്റ്റെപ്പ് കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പെല്ലാം കാലുകൊണ്ട് അളന്ന് അത് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ കുർബാനയ്ക്ക് കയറാറുള്ളൂ. കാരണം അത് മറ്റുള്ളവർക്ക് അരോചകത്വം ഉണ്ടാക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. കാരണം ഒരു സാധാരണ മറ്റുള്ളവർ ചെല്ലുന്ന പോലെ കുർബാന ചൊല്ലി അവിടെ ഏറ്റവും ഭംഗിയായിട്ട് ചെല്ലാനായിട്ട് പരിശ്രമിക്കുക. കുർബാന ചെല്ലുമ്പോൾ പലപ്പോഴും അവരെല്ലാവരും പറയാറുണ്ട്, അച്ഛൻ ഒരിക്കലും മുഖത്ത് നോക്കാറില്ല, കാരണം എനിക്ക് കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് തന്നെയാണ് കുർബാന ചെല്ലുക. ബൈബിൾ വായിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങളെ നോക്കിക്കൊണ്ട് ബൈബിൾ വായിക്കുക. പുസ്തകത്ത് നോക്കാൻ പറ്റില്ല, ബൈഹാർട്ടാണ്. ബൈബിള് ആശീർവദിച്ചതിന് ശേഷം താഴെ വെച്ചതിന് ശേഷം ജനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കുർബാന അർപ്പിക്കുക. അവസാനത്തെ ആശീർവാദം ഇതുപോലെ തന്നെ ജനങ്ങളെ നോക്കിക്കൊണ്ടാണ് ആശീർവാദം ചെല്ലാറുള്ളത്. ബാക്കി എല്ലാ പ്രാർത്ഥനകളും കണ്ണടച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി അതിൻ്റെ വാക്കുകളൊന്നും തെറ്റരുത്, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെല്ലാനായിട്ട് സാധിക്കാറുണ്ട്. അതിനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ കൊച്ച് ഇത് കേൾക്കുമ്പോൾ, അനുഭവം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത് ഇതിനൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. നമ്മുടെ കൊച്ചു കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഈ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വിളക്കാണ്, അല്ലെങ്കിൽ ഒരു ജീവിതമാണെന്ന് പറയും. ഈ കാഴ്ച തന്നെ ഒരു ജീവിതമാണെന്ന് പറയാം. അതാണ് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനെ അതിജീവിക്കാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളെയും അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മനക്കരുത്തുണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കാനായി സാധിക്കും. എൻ്റെ ഈ കൊച്ചു ശരീരത്തിൻ്റെ ഈ ഒരു കൊച്ചു അവയവത്തിൻ്റെ പേരിൽ ഞാൻ ഒത്തിരിയേറെ വേദനിച്ച വ്യക്തിയാണ്. കാരണം ഇതൊരു നഷ്ടം തന്നെയാണ്. വെളിച്ചമില്ലാത്ത ഒരവസ്ഥ, അന്ധനായിത്തീരുക. എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അതൊരു 35-ാമത്തെ വയസ്സിൽ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്കൊരു 50 വയസ്സിൻ്റെ അടുത്തെത്തി. കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്ക് വേറെ ഇത്ര നാളും കണ്ടിരുന്ന കാര്യങ്ങളൊന്നും കാണാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു നിരാശ, അതിനൊക്കെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് സധൈര്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുകയാണെങ്കിൽ
നമ്മളൊരിക്കലും നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് മാത്രമാണ്. ഞാൻ ഇന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നും നേടിയിട്ടില്ല എന്ന് ഞാൻ പറയും. മറിച്ച് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെ ഫലവത്തായി തീർന്നിട്ടുണ്ട്. പരിസമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ അത് ഫലം ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തന്നെ പഠിച്ചൊരു അനുഭവം. ഞാൻ എൻ്റെ കാഴ്ചപരിമിതി ആയിട്ട് പോലും നന്മ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്ത ആ ഒരു അവസരത്തിൽ ഞാൻ ഈ അമല ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് കുട്ടികൾ വന്നിട്ട്, കാഴ്ചയില്ലാത്ത കുട്ടികൾ വന്നിട്ട് പറയുന്നു, അച്ഛാ നമുക്ക് ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. തൃശ്ശൂരിൽ ഒരു ക്രിക്കറ്റ് ടീമില്ല, ബ്ലൈൻഡ്സിൻ്റെ ക്രിക്കറ്റ് ടീമില്ല. അങ്ങനെ ക്രിക്കറ്റ് ടീം ആരംഭിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പിന്നെയും ആഗ്രഹം, ഞങ്ങൾക്കൊക്കെ ഉത്സവ പറമ്പിലേക്കൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിനൊന്നും പോകാനായിട്ടൊരു അവസരമില്ല, ഞങ്ങൾക്ക് കൊട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശിങ്കാരിമേളം കൊട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ശിങ്കാരിമേളം കൊട്ടിപ്പടിച്ചു. അതുപോലെ അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് നാടൻ പാട്ട് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്, അതും ഇതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചാനലുകളിലൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നാടൻ പാട്ട് പഠിച്ചു, ഓർക്കസ്ട്ര പഠിച്ചു. ഇനി മെഗാ ഷോ അടക്കം ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞു, വിഭിന്ന മികവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കലാപരമായിട്ട് ഈ ഒത്തൊരുമയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ഈ ഒത്തൊരുമ ഉണ്ടാകാനായിട്ട് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ്. പരിശുദ്ധ അമ്മ കൂട്ടായ്മയുടെ മധ്യസ്ഥയാണെന്നാണ് പറയുക. കൂട്ടായ്മയുടെ മധ്യസ്ഥ എപ്പോൾ നോക്കിയാലും എവിടെ വേണമെങ്കിലും പരിശുദ്ധ അമ്മ എല്ലാവരും ഒരുമിച്ച് കൂട്ടും. കാനായിലെ കല്യാണ വിരുന്നിൽ സ്ലീഹന്മാരെയും മറ്റെല്ലാവരും ഒരുമിച്ച് കൂട്ടി കൂട്ടായ്മയുടെ അത് സഫലമാക്കാനായിട്ട്, വിജയിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏതൊരു പ്രവർത്തനത്തിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഉണ്ടായിരുന്നു, ആ കൂട്ടായ്മയുടെ ബലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെ നമുക്കറിയാം, യേശുവിൻ്റെ മരണത്തിന് ശേഷം അവിടെ എല്ലാവരും വിളിച്ചു കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുന്ന അമ്മ, കൂട്ടായ്മയുടെ മധ്യസ്ഥ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ പരിസമ്മയുടെ മാധ്യസ്ഥയിൽ നമ്മൾ എവിടെയൊക്കെ ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും അത് വിജയിക്കുന്നുള്ളതാണ്. ഈ കുട്ടികൾ എന്നോട് പറയാറുണ്ടായിരുന്നു, അച്ഛാ ഞങ്ങൾക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കണം, നീന്തൽ പഠിക്കണം, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കണം, ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കണം. അതുപോലെ ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒത്തിരിയേറെ നേട്ടങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുവാനായിട്ട് സാധിച്ചു, ബ്ലൈൻഡ് ഫുട്ബോൾ കളിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതും ഇതൊരു വലിയ നേട്ടമായിരുന്നു. പലപ്പോഴും ബ്ലൈൻഡ്സിന് നീന്താനായിട്ട് സാധിക്കില്ല എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക. അത് ഞാൻ മധ്യപ്രദേശിലായിരിക്കുമ്പോൾ തന്നെ കുളം ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളമില്ലാത്ത സ്ഥലത്ത് കുളം ഉണ്ടാക്കി വെള്ളം നിറച്ച് അതിൽ നീന്തലൊക്കെ പഠിപ്പിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്സിനും ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ ഞാൻ അവരെ പഠിപ്പിച്ചു. ഇന്ന് ഏകദേശം 20ഓളം വ്യക്തികൾ ബ്ലൈൻഡ്സ് പഠിച്ചു കഴിഞ്ഞു. നാഷണലിലും അതുപോലെ ഇൻ്റർനാഷണലിലേക്ക് അടക്കം പോകാനായിട്ട് ഭിന്നശേഷി കുട്ടികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 7 മെഡൽസ് ഭിന്നശേഷിക്കാരെ ഒരുക്കി നീന്തലിന് കൊണ്ടുപോയതിൻ്റെ പേരിൽ നമുക്ക് കിട്ടി. 2 സ്വർണം, 2 വെള്ളി, 3 വെങ്കലം നമുക്ക് നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ, കൂട്ടായി നിൽക്കുകയാണെങ്കിൽ സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നമുക്കിതിലൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ തുടങ്ങി തന്നെ മരിയ ഭക്തർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ തുടങ്ങിയത് തന്നെ. വീൽ ചെയറിലായിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ തുടങ്ങിയത് മരിയ ഭക്തർ എന്നുള്ള രീതിയിലാണ് തുടങ്ങി വെച്ചത്. പക്ഷെ അതെല്ലാം വിജയിക്കാനായിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയാണെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇന്ന് എന്നോടൊപ്പമുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ആ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഉറപ്പ് നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ജപമാലയുടെ മുറുക്കിപ്പിടുത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും.